ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് വളരെ ലേറ്റായിട്ടാണ് ഞാൻ എണീറ്റത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞായറാഴ്ചയും കൂടി ആയപ്പോൾ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എണീറ്റത്. അപ്പോൾ അത് ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ തിളപ്പിച്ചപ്പോൾ പാലൊന്ന് പൊന്തിപ്പോയി. അതങ്ങനെയാണല്ലോ, പാലിൻ്റെ ഇത്ര അഹങ്കാരി ലോകത്തില്ല. കാരണം നമ്മളിങ്ങനെ നോക്കി നോക്കി നിൽക്കുമ്പോഴും പാല് തിളക്കത്തില്ല. അപ്പുറത്തെ എന്തെങ്കിലും ആവശ്യമായിട്ട് പോകുമ്പോഴായിരിക്കും കേട്ടോ പാല് തിളക്കാം. അപ്പോൾ അതൊന്ന് പാല് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തുടക്കാനുള്ള കാര്യം മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കണക്കിനൊന്നും തുടച്ചില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലും അതേപോലെ തന്നെ അതിൻ്റെ പാടവിടെ കിടക്കും. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. തുമ്പിമോൾ എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ട്. സുധിച്ചേട്ടൻ എണീറ്റ് സോഫ്മ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ TV കാണുന്നുണ്ട്. സുക്രും എണീറ്റിട്ടുണ്ട്. അപ്പം ഇന്ന് ആർക്കും ഭയങ്കരമായിട്ട് വിശക്കണമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം വളരെ സമാധാനത്തിന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും എനിക്ക് വയറുവേദന മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കണക്കിനാണ് ഇതൊക്കെ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പുട്ട്, തലേദിവസം വെച്ച ബീഫ് കറി ഉണ്ട്. അപ്പോൾ ഗോതമ്പ് പുട്ടും ബീഫ് കറി നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് മാവ് ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് നാളികേരമൊക്കെ ചിരകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേ പിന്നെ പുട്ട് ഞാൻ എല്ലാം കൂടി ഇങ്ങനെ കുഴച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഇടാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. ഒരു ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസമില്ല, ആവി തന്നെ അല്ല പുഴുങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ടിൻ്റെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ എളുപ്പപ്പണികൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് അതെല്ലാം കൂടി എടുത്ത് തട്ടാണ്ട ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്തെങ്കിലും ബിസിയുള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും. ഞാനിപ്പോഴേ പിന്നെ എല്ലാതും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പുട്ടുണ്ടാക്കണ ദിവസം ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ പുട്ട് അവിടെ ആവിയേറ്റാനായിട്ട് വെച്ചു. ബീഫ് ഒരു ഇച്ചിരി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തിരി ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് ചൂടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ജസ്റ്റ് നമ്മൾ കുക്കറിലെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇടേണ്ടത് നന്നായിട്ട് ഇടുക, അപ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. 2 പേരും കൂടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേക്ക് ഇട്ട സംഭവങ്ങളൊക്കെ ഇപ്പോൾ താഴത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാണ്. ഇപ്പോൾ ഇതെനിക്കൊരു പുത്തിരി അല്ലാണ്ടായി. കാരണം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, കളിപ്പാട്ടങ്ങളും എല്ലാവരും നിലത്തോട്ടിട്ടിട്ട് ആകെ ഇതാക്കും. പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അങ്ങനെയാണ്, അവരെ പ്രായതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പോയി കുളിച്ചു കേട്ടോ. അപ്പോഴേക്കും തുമ്പിക്കുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതിന് എന്നെ വിട്ട് അങ്ങനെ പോണത് ഇഷ്ടമല്ല. സുക്രുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നോളും. അപ്പോൾ ഞാൻ സുധിച്ചേട്ടന് പുട്ടും ബീഫ് കറിയും കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞു നീയും കൂടെ വായോ ഒരുമിച്ച് തിന്നാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ച് പണിയും കൂടെ ഉണ്ട്, തിന്നോളാൻ പറഞ്ഞു. അപ്പോൾ സുധിച്ചേട്ടൻ ആദ്യം തന്നെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മിക്കപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും കേട്ടോ തിന്നാം. അങ്ങനെ ബീഫ് കറി പകുതി എടുത്തിട്ട് സൂചിച്ചേട്ടന് കൊടുക്കുകയാണ്, പകുതി എനിക്ക് കേട്ടോ. പപ്പടം മസ്റ്റാണ്, അപ്പോൾ പപ്പടം എടുക്കുകയാണ്. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ചായ എടുക്കാൻ മറന്നുപോയത്. അങ്ങനെ എന്ത് ചെയ്തു, ചായ എടുത്തു കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, സൂചിച്ചേട്ടന് 2 നേരം ചായ നിർബന്ധമാണ്. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ സൂചിച്ചേട്ടൻ തിന്നണുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വിശന്നു കേട്ടോ. അങ്ങനെ ഞാനും എടുത്ത് തിന്നാണ്. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തിന്നുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഹാളിൽ പോയിരുന്ന് തിന്നുന്നുണ്ട്. അപ്പോൾ എന്താണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗോതമ്പ് പുട്ടും ആ ഒരു ബീഫ് കറി അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കായം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ബീഫിലെ കായൊക്കെ തിന്നാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ പപ്പടവും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ആരെങ്കിലും തിന്നിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഗോതമ്പ് പുട്ട് തുമ്പി അത്രക്ക് അങ്ങോട്ട് തിന്നൂലെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ തുമ്പിക്ക് ഞാൻ അമൃതം പൊടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അമൃതം പൊടിയിൽ കുറച്ച് പൂവമ്പഴം, 2-3 പൂവമ്പഴവും കൂടി അടിച്ചിട്ടിട്ട് ഉണ്ടാക്കുകയാണ്. ഇത് മുഴുവൻ അവൾ തിന്നില്ല, എന്നാലും ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ അതുണ്ടാക്കി കഴിഞ്ഞിട്ടോ. പിന്നെ അത് സുക്രുവിന് പുട്ടും മുട്ട പുഴുങ്ങിയതും അതവന് ഇഷ്ടമാണ്. പുട്ട് സുക്രുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മുട്ട പുഴുങ്ങിയതും കൂടി കൊടുത്തിട്ട് തിന്നാന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും മുട്ട കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരെണ്ണമൊക്കെ കൊടുക്കാം. അപ്പം ഞാൻ 2 പുഴുങ്ങിയത് 2 പേർക്കും കൂടിയാണ്. തുമ്പിയും മുട്ട പുഴുങ്ങിയത് തിന്നും. അങ്ങനെ ഫുഡൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുളിച്ച് കുട്ടപ്പനും കുട്ടപ്പിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരിങ്ങനെ കളിക്കാനാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇടിയിടും കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഇരുത്തിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ തുണികൾ അലക്കാനുണ്ട്.
അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. ഇതിങ്ങനെ ഒഴിവ് ദിവസം കിട്ടുമ്പോഴല്ലേ നമ്മൾ അതൊക്കെ ചെയ്യുക. അപ്പോൾ ദേ വീണ്ടും തുമ്പി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഓട്ടോമാറ്റിക് മെഷീനാണ് കേട്ടോ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരമുള്ളൊരു സംഭവമാണ്. നമ്മുടെ ഈ ഒരു തിരക്കുള്ള ലൈഫിൽ ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് വിരിച്ചിട്ടിരുന്ന തുണികളൊക്കെ ഞാനെടുത്ത് കിടക്കമ്മലോട്ട് ഇട്ടു. എന്നിട്ട് അലക്കിയ തുണി വിരിച്ചിട്ടു, അലക്കാനിട്ടു കുറേ തുണികൾ. അപ്പോൾ ബാക്കിയുള്ള തുണികളൊക്കെ ദേ നമ്മൾ മടക്കി വെക്കാണ്. ഇത് കൈയോടെ ചെയ്തില്ലെങ്കിൽ അവിടെ കിടക്കും. പിന്നെ ഞാൻ കടയിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശനി ഞായറും ആയിരിക്കണം ഞാൻ തൊടണമെങ്കിൽ. അങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം. പിന്നെ ദേ ഗൈസ്, ഇന്നലെ തുടങ്ങി ഞാൻ നോക്കുകയാണ് വെള്ളം വന്നിട്ടുണ്ടോ എന്ന്. വെള്ളം വന്നിട്ടില്ല. കുടിവെള്ളം പോലും ഇല്ല കേട്ടോ. കുടിക്കാൻ പോലും വെള്ളമില്ല. ഇനി ആരോടെങ്കിലും പോയി തെണ്ടണം, അല്ലാണ്ട് വെള്ളമില്ല. അപ്പോൾ അതേ ശുക്രമണി കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ നടന്നവനെ ഞാൻ അകത്തോട്ട് കയറ്റിയിട്ട്. അപ്പോൾ തുമ്പി ഉറങ്ങി. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇന്നലെ ഉണ്ടാക്കിയ ബീഫില്ലേ, അതിൽ ഞാൻ കുറച്ച് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിറയെ ചെറുള്ളി ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെറുള്ളി ഇട്ട് ബീഫ് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതേ ഒരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു. ആ കുമ്പളങ്ങയും കൊണ്ട് ഞാൻ ഓലൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓലൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതേ അരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അരി ഇട്ടു. പിന്നെന്താ ബീഫ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് മെൽറ്റ് ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഓലന് വേണ്ടി കുമ്പളങ്ങ ഒരു പകുതി, ബാക്കി പകുതി നാളെ വെട്ടിക്കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ഓലനുള്ള കുമ്പളങ്ങയൊക്കെ അരിഞ്ഞു വെച്ചു. നല്ലൊരു പ്രത്യേക കുമ്പളങ്ങയുടെ മണം എനിക്കിഷ്ടമാണ്. നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ബീഫ് കറി മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നാളികേരമൊക്കെ ചിരകി വെച്ചു. ഇതിൽ 2-ാം പാൽ ഇട്ടിട്ട് ആ ഒരു കുമ്പളങ്ങയുടെ കൂടെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ചധികം വേപ്പിലയും കൂടി ഇട്ടിട്ട് 2-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം 1-ാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഓലൻ റെഡി ആയിട്ടോ. ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും. തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റും. ഉപ്പൊക്കെ ഇടാം, വേറെ ഒന്നും ഇടണ്ട. മഞ്ഞപ്പൊടി ഒന്നും ഇടരുത് കേട്ടോ. ഓലൻ്റെ വെള്ള കളറാണ്. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ഇതേ പൊടികളൊക്കെ ഞാൻ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കുന്നുണ്ട് ബീഫ് കറി വെക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ സവാള ഇട്ടാണ് വെക്കാറ്. ഇത് കുറച്ച് ബീഫ് ഉള്ളതുകൊണ്ട് കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ടാണ് വെച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അന്നത്തേനേലും ടേസ്റ്റ് ഇന്നത്തേലാണ്. കുറച്ച് തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഒരു 8 വിസിലടിച്ചാൽ നമ്മുടെ ബീഫ് റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഉണക്കമുളകും കടുകും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ മസാലയ്ക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ബീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക, വിസിൽ കേൾപ്പിക്കുക. അപ്പോൾ അത് റെഡിയായി. പിന്നെ ഞാൻ പപ്പടം വറുക്കാനാണ് കേട്ടോ പോയത്. പപ്പടം വറുക്കുമ്പോൾ ചട്ടി ചൂടാവണേൻ്റെ ഇടയിൽ ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട വറുക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ കുറച്ചധികം കുഞ്ഞുള്ളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ സവാള ഇടുന്നതിലും ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുള്ളി നൈസായിട്ട് അരിഞ്ഞിട്ട് ഇടുക. കുറച്ചുകൂടി ഉപ്പും കൂടി ഇട്ടിട്ട് ചെയ്യുക. അപ്പോഴേക്കും പപ്പടം വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ചീനച്ചട്ടടി കാത് പപ്പടം വറുത്തിട്ട് ഇതിങ്ങനെ വെക്കാനാണെന്നാണ് കേട്ടോ സുചേട്ടനോട് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ശരിയാണ്, കാത് അതിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കണേന്ന്. ഞാൻ പിന്നെ എല്ലാം വിശ്വസിക്കുന്നതുകൊണ്ട് സുചേട്ടനോട് ഇങ്ങനെയൊക്കെ ഒരു മണ്ടത്തരങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാലും ആ കാതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ എന്ത് ചെയ്തു, മുട്ടക്ക് ചെറുള്ളിയൊക്കെ അരിഞ്ഞ് കുറച്ച് പച്ചമുളക്, ഇത്തിരി പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് പച്ചമുളക് അതിൽ കടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ സൂചിച്ചാണ് ഒരുപാട് പച്ചമുളക് വേണം. അങ്ങനത്തെ മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലൊരു 3/4 ഭാഗം മാത്രമേ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി പിള്ളേർക്ക് ചോറ് കൊടുക്കുമ്പോൾ ചിക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ചോറായിട്ടുണ്ട്. മുട്ട അപ്പുറം മറിക്കുന്ന ഒരു യുദ്ധത്തിലാണ് ഞാൻ. അങ്ങനെ ഞാൻ പൊട്ടാണ്ട് പറിച്ചു. അപ്പോഴേക്കും നമ്മുടെ ബീഫായിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവില്ലേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇച്ചിരി ചാറ് കൂട്ടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം ഉച്ചക്കും വൈകുന്നേരത്തേക്കും ഓടിക്കണം. അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. പപ്പടം, ഓലൻ, മുട്ട വറുത്തത്, ബീഫ്. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിക്കുട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ഒരു ബീച്ച് വീഡിയോ ഉണ്ട്.